ജനിച്ച സരസ്വതി ദേവി ഇരുമിത്രലു എന്ന ആദ്യ തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ശാരദ എന്ന പേര് സ്വീകരിച്ചത്. ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെ 1965 മലയാളത്തിൽ അരങ്ങേറി. തുടർന്ന് MT വാസുദേവൻ നായരുടെ രചനകളായ മുറപ്പെണ്ണ്, ഇരുട്ടിൻ്റെ ആത്മാവ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായി. ത്രിവേണി, മൂലധനം, യക്ഷി, അടിമകൾ, അസുരവിത്ത്, കൂട്ടുകുടുംബം, നദി, ഏണിപ്പടികൾ, എലിപ്പത്തായം, ഒരു മിന്നാമിന്നിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം, രാപ്പകൽ തുടങ്ങി 125ഓളം മലയാള സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന് 2 പതിറ്റാണ്ട് കാലം സ്ഥിര സാന്നിധ്യം കൊണ്ടും പുരസ്കാരങ്ങൾ കൊണ്ടും മലയാള സിനിമയെ സമ്പന്നമാക്കിയ ശാരദയെ കേരള സർക്കാർ പരമോന്നത ചലച്ചിത്ര ബഹുമതി നൽകി ആദരിക്കുന്നു. JC ഡാനിയൽ അവാർഡ് സമ്മാനിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 5 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി ശ്രീമതി ശാരദയെ സ്നേഹാദരത്തോടെ വേദിയുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രതീകമായ നമ്മുടെ പ്രിയങ്കരിയായ നടി ശ്രീമതി ശാരദ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. A standing ovation, ladies and gentlemen, to this stellar actor who has defined an era in Malayalam cinema. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരിയായ ശാരദാമ്മയെ സ്നേഹാദാരത്തോടെ ക്ഷണിക്കുകയാണ്. വയസ്സായവർ അത് എന്നെ പോലെ ആളുകളല്ല. ഇല്ലല്ല, അയക്കാൻ ബഹുമാനപ്പെട്ട CM അവർക്കും ബഹുമാനപ്പെട്ട മമ്മുക്ക അവർക്കും അമ്മ മനസ്സ് തങ്ക മനസ്സ് നമുക്ക് അവർക്കും പിന്നെ ഈ വേദിയിലിരിക്കുന്ന എത്രയോ പ്രമുഖരുണ്ട്. അവർക്ക് എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവർക്കുണ്ട്. പിന്നെ എന്നെ ഇത്രയും കാലം പ്രോത്സാഹിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾ ആദരിച്ചത് കൊണ്ട് മാത്രമേ ഇത്രയും കൊല്ലങ്ങൾ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ അതൊരു വാക്ക്. അതോടൊപ്പം എനിക്ക് ഈ സന്തോഷത്തിലെ വാക്കുകൾ വരുന്നില്ല. ഏതായാലും നമ്മുടെ സർക്കാർ ഇത് ഇങ്ങനെ ഒരു ഇത് കാണിച്ചതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്തോ പറയണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഇനി കൂടുതൽ സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ വന്ന് എല്ലാവരെ കണ്ടതിൽ വളരെ സന്തോഷം. നന്ദി. മലയാളത്തിന്റെ അമ്മ മനസ്സിന് കേരളക്കരയുടെ മഹാപ്രണാമം. സോറി, ഒരു വാക്ക് പറയാനുണ്ട്. ഞാൻ മലയാളി അല്ലാന്ന് പറയുന്നു. ഞാൻ പകുതി മലയാളി പകുതി തെലുങ്ക്. അത് എങ്ങനെ? എൻ്റെ അമ്മയുടെ ഫാമിലി ഫ്രം കാലിക്കറ്റ്, മേനന്മാരാ. അവരെ മേനന്മാരാ.
അവിടെ നിന്ന് വന്നതായി ഈ ഈ ബ്ലഡ്. അതുകൊണ്ട് പകുതി തെലുങ്ക് പകുതി മലയാളം. ഓക്കേ. We stand corrected and thank you for asserting your Malayaliness, Sharadamma. Thank you. Thank you once again. ഒരു ധന്യ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ശാരദാമ്മ സൂചിപ്പിച്ചതുപോലെ അമ്മ മനസ്സ് ഒപ്പം പുരസ്കാര നിറവിൽ മകനും. അടുത്തതായി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ബുക്കിന്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ചില പുരസ്കാരങ്ങൾ ചിലർക്ക് സമ്മാനിക്കുമ്പോൾ ആ പുരസ്കാരം തന്നെയാണ് ആദരവ് നേടുന്നത്. അത്തരത്തിലൊരു നിമിഷത്തിനാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ബുക്കിൻ്റെ പ്രകാശനമാണ്. ഈ 55ാമത് അധ്യായത്തിൽ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവരുടെയും വിശദാംശങ്ങൾ, അവരുടെ സൈറ്റേഷൻസ്, അതുപോലെ ജൂറിയുടെ റിപ്പോർട്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ബുക്കാണ്. ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെയും ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിലിനെയും ക്ഷണിക്കുന്നു. Release of the award book